chocolate. Woo! ലാമി ലാമി സെയിം ഷടാ വിളിച്ചിട്ട് പോലും അറിയുന്നില്ലല്ലോ. ഇങ്ങനെയുണ്ടോ ഒരു പഠിത്തം? എന്താ കിടന്നില്ലേ? ഗുഡ് നൈറ്റ് പറയാൻ വന്നതാ, പിന്നെ ഗുഡ് ബൈ പറയാനും. രാത്രി തന്നെ പോവാണോ? നാളെ പോകുന്നല്ലേ പറഞ്ഞത്? നാളെ പോകുന്നുള്ളൂ, പക്ഷേ ഗ്രാൻഡ്പ പുലർച്ചെ സ്ഥലം വിടും. ഫാമില് കുറച്ച് ജോലിയുണ്ട്. ഓ, അപ്പൊ രാവിലെ പറയാനുള്ള ഗുഡ് ബൈ ഇപ്പൊ തന്നെ പറയാനാണെന്ന് അല്ലേ? അതെ, എന്നാലും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ 3 പേരും അറിഞ്ഞില്ലല്ലോ. ഇത്രയും സീരിയസ് ആയ പഠിത്തമാണോ? നാളെ ജനറൽ നോളജ് എക്സാം ഉണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയാൽ മിസ് ക്യാഷ് അവാർഡ് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറ. ക്യാഷ് കിട്ടുന്ന കാര്യം ആയതുകൊണ്ടാ ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് പഠിക്കുന്നത്. കൊള്ളാം. ക്യാഷ് കിട്ടുന്നത് അത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ ഗ്രാൻഡ്പാ. ഏയ് അല്ലേ അല്ല. ശരി, അങ്ങനെ ആവട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗ്രാൻഡ്പാ. എന്താ സെയിം? ഗുഡ് ബൈ. ഓ ശരി ഗുഡ് ബൈ. ലാമി, ലുവായ്, ഗ്രാൻഡ്പാ പറഞ്ഞതുപോലെ നിങ്ങൾ തലകുത്തി മറിഞ്ഞ് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ക്യാഷ് അവാർഡ് ഈ സെയിമിന് തന്നെ കിട്ടും. ഹയ്യടാ, ആ പൂതി മനസ്സിൽ വെച്ചാ മതി. ശരിയായി ഹോംവർക്ക് പോലും ചെയ്യാത്ത ആളാ ഈ പറയുന്നത്. അത് വേറെ ഇത് വേറെ. പൊതുവിജ്ഞാനം നിങ്ങളെക്കാൾ കൂടുതലുള്ളത് എനിക്കാ. എങ്കിൽ പറ, അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരെന്താ? ഡൊണാൾഡ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്റെ സെയിം ഡൊണാൾഡ് അല്ല, ഡൊണാൾഡ് ട്രംപ്. ട്രംപ് ഫസ്റ്റ് ശരിയല്ലേ? എന്നാലും സെയിം അങ്ങേര് കേൾക്കണ്ട, നിന്നെ സൂപ്പാക്കി കളയും. ഈ നോളജ് വെച്ചിട്ടാ നീ ക്യാഷ് അവാർഡ് വാങ്ങാൻ പോകുന്നത്? എനിക്ക് ഉത്തരം അറിയാമായിരുന്നു. ഞാൻ ചുമ്മാ നിങ്ങളെ ചിരിപ്പിക്കാൻ ഒരു കോമഡി പറഞ്ഞതാ. ഓ തന്നെ പുളവടിക്കല്ലേ സെയിം. ക്യാഷ് അവാർഡ് ഞാൻ തന്നെ വാങ്ങും. അതെന്താ എനിക്ക് വാങ്ങിയാൽ? ഓ, ലുവായ്ക്ക് കിട്ടിയത് തന്നെ. ലാമി, ഇന്നലെ ട്യൂഷൻ ടീച്ചർ ഇവനോട് ഒരു ചോദ്യം ചോദിച്ചു. സെയിം പ്ലീസ് അതിവിടെ പറയല്ലേ. ഞാൻ പറയും. പറയൂ സെയിം, എന്താ മിസ് ചോദിച്ചത്? പ്ലീസ് പറയരുത്. ഒന്നുമില്ല ലാമി, സെയിം കള്ളം പറയാ. പിന്നെ കള്ളം ലാമി ഞാൻ പറയാം. ടീച്ചർ ചോദിച്ചു, ലുവായുടെ കയ്യിൽ 5 ആപ്പിൾ ഉണ്ട്, അതിൽ 2 ടീച്ചർക്ക് കൊടുത്താൽ ബാക്കി എത്ര ആപ്പിൾ ലുവായുടെ കയ്യിലുണ്ടെന്ന്. ഉത്തരം സിമ്പിൾ അല്ലേ? 5-ൽ നിന്ന് 2 പോയാ 3 ആണല്ലോ. പക്ഷെ ലുവായ പറഞ്ഞ ആൻസർ കേൾക്കണോ? 5. അതെങ്ങനെ? 5 ആപ്പിളിൽ നിന്ന് 2 ടീച്ചർക്ക് കൊടുത്താ ബാക്കി നിന്റെ കയ്യിൽ 3 ഇല്ലേ? എന്നിട്ട് എങ്ങനെ 5 വരും? ടീച്ചറും ഇത് തന്നെയാ ചോദിച്ചത്. അപ്പൊ ലുവായ പറയാ, ടീച്ചർ എന്നെ തല്ലിയാലും വേണ്ടില്ല, ഞാൻ ഒറ്റ ആപ്പിൾ പോലും ടീച്ചർക്ക് കൊടുക്കില്ലെന്ന്. എന്റെ ലുവായ്, നീ ഇങ്ങനെയായി പോയല്ലോ. പിന്നെ ആകെ 5 ആപ്പിളാ ഉള്ളത്, അതിൽ 2 എങ്ങനെ കൊടുക്കാനാ? ഒരു കഷ്ണായിരുന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അടിപൊളി. ശരി, പഠിച്ചത് മതി. ടൈം ഒരുപാടായി. ലൈറ്റ് അണിച്ച് കിടന്നേ. പറഞ്ഞു തീരും മുമ്പേ സെയിം ലൈറ്റ് അണിച്ചു. സെയിം, നീ ബ്രഷ് ചെയ്തിരുന്നോ? ഓ, ഞാൻ രാവിലെ തന്നെ പല്ല് തേച്ചതാ. ഹലോ, ആരാ? നിക്കു, ഇത് ഞാനാ, മക്തു. ഓ, നീയായിരുന്നു. എന്താ കാലത്ത് തന്നെ? നിക്കു, ഇന്നല്ലേ ജനറൽ. ഇന്ന് ജനാലയോ? ജനറൽ അതല്ല, എക്സാം. ജനറൽ നോളജ്. നോളജോ? അതെന്ത് സാധനം? മക്തു, ജനറൽ നോളജ് അങ്ങനെ പറ. അപ്പൊ അതിന് ക്നോളജ് എന്നല്ലേ പറയുന്നത്? കഷ്ടം, ഇത് പറയാനാണോ നീ കാലത്ത് തന്നെ വിളിച്ചത്? അല്ലടാ, നീ വല്ലതും പഠിച്ചോ? എവിടുന്ന്? ഞാനൊന്നും പഠിച്ചിട്ടില്ല. ഹൗ, ഇപ്പഴാ സമാധാനായത്. ഞാനും ഒന്നും പഠിച്ചില്ല. ദുഷ്ടോ. പക്ഷെ ക്യാഷ് അവാർഡിന്റെ കാര്യം ഓർക്കുമ്പോ ടെൻഷൻ ആവുന്നടാ. നമുക്കത് കിട്ടില്ലെന്ന് ഉറപ്പല്ലേ, പിന്നെന്തിനാ ടെൻഷൻ? മിക്കവാറും അത് ലാമി കൊണ്ടുപോകും. അവള് ഭയങ്കര പഠിപ്പിസ്റ്റാ. അത് നമുക്ക് കിട്ടാൻ എന്താടോ ഒരു വഴി? 2 വഴിയുണ്ട്. 2 വഴിയോ? അടിപൊളി, വേഗം പറ വേഗം. ഒന്നാമത്തെ വഴി ലാമിയോട് കടം ചോദിക്കുക. 2ാമത്തെ വഴി അവളുടെ കയ്യിന്ന് ക്യാഷ് അവാർഡും തട്ടിപ്പറിച്ച് ഓടുക. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ എന്തുദ്ദേശിച്ചാലും ആ ഉദ്ദേശം നടക്കാൻ പോണില്ല മക്തു.
എടാ, ആ ക്യാഷ് അവാർഡ് മിസ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാൻ എന്താണ് മാർഗമെന്നാ ഞാൻ ചോദിച്ചത്. ഓ അതാണോ? അതിനും 2 വഴിയുണ്ട്. ഗുഡ്, അത് പറ. ഒന്നാമത്തെ വഴി മിസ്സിനോട് കടം ചോദിക്കുക. രണ്ടാമത്തെ വഴി മിസ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് അവാർഡും തട്ടിപ്പറിച്ച് ഓടുക. വെച്ചിട്ട് പോടാ പൊട്ട. അവന്റെ ഒരു ഉണക്ക ഐഡിയ. പഠിക്കാതെ എക്സാം ജയിക്കാൻ എന്താ ഒരു വഴി? കോപ്പി അടിക്കാൻ ശ്രമിച്ചാൽ അപകടമാ, പിടിച്ചാൽ എല്ലാം തൊലയും. അല്ലെങ്കിലും ഈ കോപ്പിയടിയൊക്കെ പഴഞ്ചൻ ഏർപ്പാടാ. പുതിയതായി എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കണം. യെസ്, ഇത് തന്നെ ഐഡിയ. കോപ്പിയടിയുടെ പുതിയ വേർഷൻ. മമ്മി എന്താ മക്തു? ഒന്നിങ്ങ് വന്നേ, അർജന്റാ. എന്താ മക്തു? എനിക്ക് കിച്ചണിൽ ജോലിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വെട്ടി വിഴുങ്ങണ്ട നിനക്ക്. പ്ലീസ് മമ്മി, ഒരു 2 മിനിറ്റ്. കാര്യം പറയൂ മക്തു. മമ്മി, എനിക്കൊരു ഹെൽപ്പ് വേണം. ഇന്ന് ജനറൽ നോളജ് എക്സാം ആണ്. അതിന് ഞാൻ എങ്ങനെ സഹായിക്കും? പുസ്തകമല്ലേ ഇവിടെ ഇരിക്കുന്നത്, വായിച്ചു പഠിക്ക്. മമ്മി, അതിനൊന്നും സമയമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ശരിയുത്തരം എഴുതിയ ക്യാഷ് അവാർഡ് ഉണ്ട്. ആണോ? കിട്ടിയ മമ്മിക്ക് തരണേ മക്തു. അതാ പറഞ്ഞത്, അത് കിട്ടണമെങ്കിൽ മമ്മി ഹെൽപ്പ് ചെയ്യണമെന്ന്. മമ്മി എന്താ ചെയ്യേണ്ടത്? എനിക്കിന്ന് മൊബൈൽ ഫോണും ഇയർ ബ്ലൂടൂത്തും തരണം. എന്നിട്ട് എല്ലാം പറയാം, വാ. ഹായ് ഫ്രണ്ട്സ്. ഹാപ്പി, ഇതെന്താ സർപ്രൈസ്? ചുമ്മാ. ഹാപ്പി, ഇന്ന് എക്സാം ഉണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ജയിച്ചാൽ ക്യാഷ് അവാർഡ് ആണ് കിട്ടുക. ആണോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ക്യാഷ് അവാർഡ് കിട്ടിയ എനിക്ക് ബനാന വാങ്ങി തരാൻ മറക്കരുത് കേട്ടോ. ഒരിക്കലുമില്ല. ശരി, ഞാനിവിടെ തന്നെ കാണും. നിങ്ങൾ പോയിക്കോ. ബൈ. ഓക്കേ, ബൈ. മക്തു എന്താ സ്കൂളിന് പിന്നിലേക്ക് പോകുന്നത്? അവിടെ എന്താ? പോയി നോക്കിയാലോ. ഹലോ മമ്മി, ഞാൻ എക്സാം ഹാളിലേക്ക് കയറുക. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയ ഞാൻ വിളിക്കും. ഓക്കേ, ബാക്കി ഞാൻ ഏറ്റു. ഞാൻ ഇവിടെ എല്ലാ പുസ്തകങ്ങളും തുറന്നു വെച്ചിരിക്കുക. ഞാൻ ചോദ്യങ്ങൾ മാത്രം വായിക്കും, മറ്റൊന്നും സംസാരിക്കില്ല. മമ്മി ആൻസർ മാത്രം പറഞ്ഞാ മതി, ഞാൻ എഴുതിക്കോളും. ശരി, ഓക്കേ. കോൾ കട്ട് ചെയ്യേ, ആരെങ്കിലും കാണും. ബൈ ബൈ. ഭാഗ്യം, ഞാൻ ഫോൺ ചെയ്യുന്നത് ആരും കണ്ടില്ല. ശരിയാ, ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്നാലും നല്ല മമ്മി തന്നെ. ഇങ്ങനെയുള്ള രക്ഷിതാക്കളാ കുട്ടികളെ ചീത്തയാക്കുന്നത്. കഷ്ടം. മക്തു വന്നല്ലോ. എക്സാം എഴുതാതിരിക്കാൻ മക്തു മുങ്ങിയെന്ന്. എഴുതാതിരിക്കാനോ? ഞാനോ? അതെന്താ, ക്യാഷ് അവാർഡ് എനിക്ക് വാങ്ങിക്കൂടെ? അതിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് അവാർഡ്, അല്ലാതെ മുട്ട വാങ്ങുന്നവർക്കല്ല. ആവുന്ന പണിക്ക് പോയാ പോരെ മക്തു. നീ മിണ്ടരുത് നിക്കൂ. രാവിലെ ഫോൺ ചെയ്തപ്പോ ഒരു ഐഡിയ പോലും പറഞ്ഞു തരാത്ത ആളാ നിക്കൂ. ആര് പറഞ്ഞു? ഞാൻ 2 വഴി പറഞ്ഞു തന്നില്ലേ? കൊള്ളാം, നല്ല ഉഗ്രൻ വഴിയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ കോള് കട്ട് ചെയ്തത്. ഗുഡ് മോർണിംഗ്. എക്സാമിന് എല്ലാരും റെഡി ആയിട്ടാണല്ലോ വന്നത്? ഞാൻ റെഡിയാണ് മിസ്. ഇപ്പൊ കളിയാക്കിക്കോ. എക്സാം കഴിഞ്ഞാൽ നിങ്ങളെന്നെ നിലത്ത് നിർത്തില്ല. ഓഹോ, ഭയങ്കരം തന്നെ. സൈലൻസ്. ഇതാ എല്ലാവർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, വാങ്ങിക്കൂ. ഇനി എല്ലാവരും എഴുതി തുടങ്ങിക്കോളൂ. ഒറ്റയൊരെണ്ണം അറിയില്ലല്ലോ. കേടായത് തന്നെ. മക്തുവും ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. സമാധാനമായി. മക്തു, ചോദ്യം വായിക്കേ. ചൊവ്വയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം? നോക്കട്ടെ. കിട്ടി. ഒളിമ്പിക് മോൺസ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. ഇവൻ എന്താ ചോദ്യങ്ങൾ ഉറക്കെ വായിക്കുന്നത്? ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരംഭിച്ചതെന്ന്? വെയിറ്റ്, നോക്കട്ടെ. 1930. ഓക്കേ മിസ്, മക്തു ചോദ്യങ്ങൾ ഉറക്കെ വായിക്കുന്നു. മിസ്, എനിക്ക് അങ്ങനെ വായിച്ചാലേ ഉത്തരം ഓർമ്മ വരൂ. ഓക്കേ, ഇനി പണി തുടങ്ങാം. ഹിപ് ഹോപ്പ് സ്പീക്കർ സ്പീക്കർ. അന്തർദേശീയ മാതൃഭാഷാ ദിനം എന്ന്? അന്തർദേശീയ മാതൃഭാഷാ ദിനമോ? അയ്യോ മക്തു, ദേശീയ മാതൃഭാഷാ ദിനമാണോ അതോ അന്തർദേശീയ മാതൃഭാഷാ ദിനമാണോ? സ്പീക്കർ ഓൺ ആയല്ലോ. എന്താ അവിടെ? മക്തു, സ്റ്റാൻഡ് അപ്പ്. മക്തു, ഒന്ന് തെളിച്ച് പറയൂ. മക്തു, ഗെറ്റ് ഔട്ട് ഫ്രം ദ ക്ലാസ്.
അവന്റെ മമ്മിക്കാണ് ബാക്കി കൊടുക്കേണ്ടത്. കഷ്ടം. ദേ മത്തു. ഇതിനാണ് പറയുന്നത് നീളം തൊടാതെ പറക്കുക എന്ന്. ഹാപ്പി കിഡ്.